ഹലോ, ക്രിസ്മസൊക്കെ ഇങ്ങ് അടുത്തല്ലോ. എല്ലാവരും കേക്കും വൈനും ഒക്കെ ഉണ്ടാക്കിയോ? അപ്പം ഉണ്ടാക്കാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഞാനൊരു വൈൻ്റെ 3 ഡേയ്സ് കൊണ്ടുള്ള വൈൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുക. കേക്കാണെങ്കിൽ പിന്നെ നമുക്കൊരു 2-3 മണിക്കൂർ മതിയല്ലോ ഉണ്ടാക്കാം. അപ്പം കേക്ക് ഉണ്ടാക്കാനും ഞാൻ 2 ദിവസം മുമ്പ് കേക്ക് ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് ആ റെസിപ്പി ഞാൻ ഇടുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്ക് ബേക്കിങ്ങിലേക്ക് പോയാലോ? വരൂ, എല്ലാവരും വരൂ. വാ, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കേ. ഹലോ, നമസ്കാരം. ഞാൻ 11 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട വൈറ്റും യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിനറിയാമല്ലോ, അത് മിഡിലൊന്ന് കട്ട് ചെയ്ത ശേഷം പൊട്ടിച്ച ശേഷം തോടിനകത്തോട്ട് അപ്പുറത്തോട്ട് വിട്ടാൽ നമ്മൾ ആ വൈറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എഗ് ബീറ്റർ ഇല്ലാതെയാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റാണ് ഞാൻ മിക്സിക്കകത്തേക്ക് ഇടുന്നത്. ആ മിക്സിക്കകത്തേക്ക് വൈറ്റ് ഈ 11 മുട്ടയുടെയും വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിടുക. യോക്കെല്ലാം കൂടെ വേറെ ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. ഈ വൈറ്റും നമ്മൾ 1 കിലോ ഷുഗറും കൂടെയാണ് അടിക്കുന്നത്. ആ ഷുഗർ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വയ്ക്കുക. ഈ ഷുഗറും എഗ് വൈറ്റും കൂടെ നന്നായിട്ട് ബീറ്ററിൽ അടിക്കുക. നല്ല വൈറ്റ് കളറാകുന്ന പോലെ, നല്ല പത വരുന്ന പോലെ അടിക്കുക. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തു, വൈറ്റ് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തേക്ക് ഷുഗർ ഇട്ട് അടിക്കാൻ പോവുകയാണ്. ആ ഷുഗർ അടിക്കുമ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറേ സ്പൈസസും കൂടെ പൊടിച്ചിടുകയാണ്. അതായത് ജാതിക്ക, ഏലക്ക, പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് ഒന്ന് തള്ളി അതും കൂടെ ഇട്ടിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് കളറായിട്ട് നമ്മുടെ വൈറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം മഞ്ഞ വേറെ സെപ്പറേറ്റ് ഒന്ന് ഒരുവിധം ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. അടിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് കേക്ക് മിക്സ് ചെയ്യാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ട് നമ്മൾ 1 കിലോ മൈദയാണ് ഇടുന്നത്. 1 കിലോ മൈദ ഒരു അരിപ്പയ്ക്കകത്തോട്ടിട്ട് ആ 1 കിലോ മൈദയ്ക്ക് ഞാനൊരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു 1-2 പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല. കട്ടയുണ്ടായിട്ടുള്ള ഈ മൈദയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് കണ്ടോ, ഞാൻ ക്രിസ്മസിനായിട്ട് തന്നെ ഒരു സ്പാച്ചില മേടിച്ചിട്ടുണ്ട്. അത് അമേരിക്കയിൽ നിന്ന് മേടിച്ചതാണ്. മെറി ക്രിസ്മസിനായിട്ട് പ്രത്യേകമായിട്ട് വെച്ചിരുന്ന സ്പാച്ചിലയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ റെഡിയാണ്, എഗ് വൈറ്റ് റെഡിയാണ്, ബീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ മൈദ നമ്മൾ കുറേശ്ശെ ഈ എഗ് വൈറ്റ് നമ്മൾ മിക്സിയിൽ നിന്നും വേറെ ഒരു പാത്രത്തേക്ക് 2 ബൗൾ വേണം. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 ബൗളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈദയ്ക്കകത്തേക്ക് ഞാൻ 1 കിലോ ബട്ടർ, 1 കിലോ ബട്ടർ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പൊടിക്കകത്തിട്ടൊന്ന് സ്പാച്ചില വിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം അല്ലേ നമ്മൾ ഈ എഗ് വൈറ്റിനകത്തോട്ട് ഇടുമ്പോൾ ഇത് തെറിക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ എഗ് വൈറ്റിനകത്തോട്ട് എഗ് വൈറ്റും യെല്ലോയും കൂടെ ഒന്നും കൂടെ അടിച്ചിട്ട് അതും കൂടെ ചേർത്ത ശേഷം ഈ നമ്മുടെ മൈദയും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ടിട്ട് ഈ സ്പാച്ചില വെച്ച് തന്നെ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിടുക. ചുമ്മാ കറക്കി അല്ല ഇളക്കുന്നത്, ഫോൾഡ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോഴത്തേന് അതിനകത്ത് കട്ടയൊന്നുമില്ലാതെ വരാതിരിക്കാനാണ് നമ്മൾ കുറച്ചിടുന്നത്. ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്ത് നമ്മളത് മിക്സ് ചെയ്യണം. 2 ഡയറക്ഷനോട്ട് പാടില്ല. അങ്ങനെ ആ മൈദ മുഴുവനായിട്ടിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാത്ത ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം നമുക്ക് കട്ടയൊന്നുമില്ലാതെ നല്ല സുന്ദരമായിട്ട് കിട്ടും. കുറച്ച് സമയം ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം, എന്നാലേ ഇത് ആകത്തുള്ളൂ. വേറെ അത് മിക്സിക്കകത്തിട്ട് ഒന്നും ചെയ്യണ്ട. അപ്പോഴത്തേനും ഞാൻ ഫ്രൂട്ട്സ് ഒരു 2 കിലോയോളം ഫ്രൂട്ട്സ്, അതായത് കറുത്ത മുന്തിരിങ്ങ, നട്ട്സ്, ഡേറ്റ്സ് ഇതെല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കിയ വൈനിൽ തന്നെ സോക്ക് ചെയ്ത് തലേദിവസം വെച്ചിരുന്നു. ഇത് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് കരിച്ച് കാരമലൈസ് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ പൊളിച്ച് ഓറഞ്ചിൻ്റെ തൊലി എടുത്തതിൻ്റെ വൈറ്റ് ഭാഗം കളഞ്ഞിട്ട് ബാക്കി ചുമ്മാ അരിഞ്ഞ് ആ കാരമലൈസ്ഡ് ഷുഗറിനകത്തേക്ക് ഇട്ടും അതും വെച്ചിരുന്നു രാവിലെ തന്നെ. അത് നമുക്ക് നേരത്തെ വെക്കാം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഫ്രൂട്ട്സിനകത്തേക്ക് ഇടുക.
ഫ്രൂട്ട്സിനകത്തേക്ക് ഇടുക. എന്നിട്ട് അതിനെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം താന്നു പോകും. അത് മൊത്തത്തോടെ നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇട്ട് ഈ ഓറഞ്ച് തൊലിയും കാരമലൈസ്ഡ് ഷുഗറും ഈ ഫ്രൂട്ട്സും അതിനകത്തുള്ള വൈനും എല്ലാം കൂടി ഇതിനകത്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. അധികം ഫോൾഡ് ചെയ്യാൻ പാടില്ല, കുറച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ ഡേറ്റ്സ് ഞാനും നല്ലതായിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 2-2.5 കിലോയോളം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഡേറ്റ്സാണ് അതിൽ കൂടുതൽ, ബ്ലാക്ക് ഗ്രേപ്സും ഡ്രൈഡ് ഗ്രേപ്സും കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മളിനിയിപ്പം ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ, അത് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്നാക്കി തട്ടി കൊടുത്താൽ അത് പിടിക്കാതിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു ഇതിലല്ല, പല മോൾഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റെക്റ്റാങ്കുലറായിട്ടുള്ള ഒരു രണ്ട് മോൾഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സർക്കുലർ മോൾഡും എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 എണ്ണത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുക്കാൽ ആ ഡിഷിലെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ബാറ്റർ ഇടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. കാരണം അതിനകത്ത് എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ആദ്യമേ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ തൊട്ട്, മുട്ടയടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം കഴിയുമ്പോഴത്തേനും നല്ല ശരിക്കും പ്രീഹീറ്റഡ് ആയിട്ട് കിടന്നോളും. അപ്പോൾ ഞാനിങ്ങനെ 4 മോൾഡിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓർത്തോണം, ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിച്ചില്ല, വെറും മിക്സിയിലാണ് ഇത് ചെയ്തത്. പിന്നെ പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നമ്മൾ ഇടുന്നതിന് മുമ്പ് ഓർത്തോണം ബാറ്ററിലൊന്ന് പുറത്തോട്ട് എടുത്ത് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് ബാറ്റർ ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷമേ ഇതിനകത്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ താഴോട്ട് പോകുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാം താഴെ കിടക്കുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ടാപ്പ് ചെയ്യുക. അതിനുശേഷം ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മുടെ കേക്ക്, ഞാൻ ഇത് 4 കൂടെ ഒരുമിച്ചാണ് വെച്ചത്. എൻ്റെ വലിയ കുക്കിംഗ് റേഞ്ച് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അത് വെക്കാൻ പറ്റുമായിരുന്നു. സാധാരണ ഞാൻ വലിയ ട്രെയിലാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് മുറിച്ചൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി, അപ്സൈഡ് ഡൗൺ ആക്കി ഇടാനൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പല മോൾഡിലോട്ടൊക്കെ അത് മുറിക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ട്രെയിലാക്കി ഞാനിങ്ങനെ നമ്മുടെ കുക്കർ റേഞ്ചിലേക്ക് വെച്ചു. 4 ഒരുമിച്ച് വെച്ചു. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഞാനൊരു ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം എടുത്തു. കുക്കർ റേഞ്ചിൽ ഒരു 180 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെച്ച് ഇപ്പോൾ നമ്മളൊരു 2 മണിക്കൂറാകുമ്പോഴൊന്ന് നോക്കണം എങ്ങനെ എത്ര വായെന്ന് നോക്കണം. ഒരു ഫോർക്കെടുത്തോ അതൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ, അല്ലെങ്കിൽ ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റിയിട്ടില്ലെങ്കിൽ അത് പാകമായെന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ വെച്ചു. അപ്പം ഏകദേശം ഒരു 2-3 മണിക്കൂറായി. ആദ്യം ഞാൻ 1 മണിക്കൂറാണ് വെച്ചത്. അപ്പോൾ അത് തീർന്നപ്പോൾ പിന്നെ 1 മണിക്കൂർ കൂടെ വെച്ചു. അതിനിടയ്ക്ക് നോക്കിയപ്പോൾ ആയിട്ടില്ല. പിന്നെ ഒരു അരമണിക്കൂർ കൂടെ വെച്ചു. പിന്നെ ഒരെണ്ണത്തിലേക്ക് കുറച്ചുകൂടെ വേഗം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു 3 മണിക്കൂറുകൾ എടുത്തു പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി. ഞാൻ ആദ്യം ഇത് വെക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം വെക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്, പ്രാർത്ഥിച്ചില്ല അത് ശരിയായാലെന്നൊരു വിശ്വാസമാണ്. പ്രാർത്ഥിച്ചാൽ അത് നന്നായിട്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കേക്ക് ഒന്ന് നന്നായി വരണേന്ന്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. പ്രാർത്ഥിച്ചാൽ അത് സക്സസ്ഫുള്ളായി വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ ഞാനെടുത്തു. അപ്പം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് നേരെ അപ്പോൾ ഡിമോൾഡ് ചെയ്ത ശേഷം ഒന്ന് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വൈൻ സ്പ്രിങ്കിൾ ചെയ്തു. അതിനുശേഷം മുറിച്ച് ഞാൻ പാത്രത്തിലാക്കി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ കേക്കും വൈനും എല്ലാം റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡിയായി വന്നു. അടിപൊളി കേക്കാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ല കേക്കായിരുന്നു പറഞ്ഞു. ഒത്തിരി പേര് കഴിച്ചു. നന്നായിട്ട് വന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകാവുന്ന രീതിയിൽ വെറും മിക്സിക്കകത്തിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുത്ത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് മിക്സിയിൽ അടിച്ച് ഉണ്ടാക്കിയത്.
വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം നന്നായിട്ട് വന്നു. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് വെറുതെ മിക്സിക്കകത്തിട്ട് അടിച്ച് ഉണ്ടാക്കാം. ഒരു പ്രയാസവും ഇല്ല. നന്നായിട്ട് വന്നു എന്നുള്ളതിന് 100% ഗ്യാരണ്ടി ഞാൻ തരുന്നു. ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ കേക്ക് അടിപൊളിയാണ്. നല്ല സൂപ്പർ കേക്കായിട്ട് വന്നു. കാരണം ഇത് ഞാൻ മുഴുവൻ ബട്ടറും കുറച്ച് മാത്രമേ എണ്ണ ഒഴിച്ചുള്ളൂ. കുറച്ച് ബട്ടറിലാണ് കൂടുതലുണ്ടാക്കുക. ബാക്കി ബട്ടറും ഞാൻ തന്നെ ഉണ്ടാക്കിയ വൈനും എല്ലാം സോക്ക് ചെയ്ത ഫ്രൂട്ട്സും ഒക്കെയാണ്. അപ്പം നന്നായിട്ട് വന്നു. ധൈര്യമായിട്ടുണ്ടായിക്കോളൂ. ഇതുണ്ടാക്കിയിട്ട് ശരിയായെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടണം. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കുക. ഞാൻ പഠിപ്പിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് വൈന്. വെറും 3 days കൊണ്ട് ഉണ്ടാക്കിയ വൈനാണ്. വലിയ കേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഒരു 21 days ഒക്കെ വെച്ചാലേ കേക്ക് ആവുള്ളൂ. പക്ഷേ നമ്മുടെ കേക്കിന് ഉണ്ടാക്കാനും പിന്നെ കേക്കിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല വൈനാണ്. ഓൺലി 3 days. ഇന്നാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയാൽ മതി. 3 days കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ. അടുത്ത വിഭവമായി വരുന്നതുവരെ നമുക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം. യൂട്യൂബിൽ കയറി മെസ്സേജ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അല്ലാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അല്ലേ, നിങ്ങളങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണ്ടേ. അപ്പം എനിക്ക് ഇത് വളരെ സന്തോഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ ഈ വർഷം. നല്ലൊരു പുതുവർഷം തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പം നമുക്ക് നല്ല റെസൊല്യൂഷൻസൊക്കെ എടുത്ത് പുതിയ വർഷത്തിലേക്ക് കാൽവയ്ക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുക. നന്ദി, നമസ്കാരം.